ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ആയി ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വൈജിയും അലീനയും തമ്മിൽ സംസാരിക്കുന്ന സീനാണ്. യാത്ര പറയാനായിട്ട് ചെന്ന നമ്മുടെ അലീനയെ ആട്ടിപ്പായിക്കാൻ നോക്കിയ വൈജയ്ക്ക് തക്ക മറുപടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അലീന. അപ്പൊ അലീനയ്ക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ളത്, മേഡത്തിന് ഈ സ്വഭാവമൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് മേഡം തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടുന്ന് പോയിട്ട് മേഡം അങ്ങോട്ടേക്ക് വരുമ്പം മക്കള് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അച്ഛന്റെ വാക്കിന് അതെ അത് അത് കാര്യത്തിലെടുത്ത് വലിയ വില കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഒരിക്കലും മേഡത്തിന്റെ ജീവിതം തകർന്നു പോകാനല്ല. മേഡം മേഡത്തിന്റെ ഭർത്താവും മക്കളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. പിന്നെ മേഡം എത്രയൊക്കെ തെറ്റിദ്ധരിച്ചാലും ഞാനൊരു കാര്യം പറയാം, എനിക്ക് മേഡത്തിന്റെ ഭർത്താവിനെ ഉണ്ടല്ലോ എന്റെ സ്വന്തം അച്ഛനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അവിടെയുള്ള മക്കളില്ലേ, ആ മക്കള് എന്റെ സ്വന്തം കൂടപ്പിറപ്പുകളായിരുന്നു. മേഡം മേഡം ഉണ്ടല്ലോ, മേഡം എന്റെ സ്വന്തം അമ്മയും ആയിരുന്നു എന്ന്. ഇത് കേട്ടത് നിന്നുരുകുകയാണ് കേട്ടോ. നമ്മുടെ വൈജയ്ക്ക് പെട്ടെന്നൊരു ഷോക്കായി പോയി. 22 വർഷം മുമ്പ് പറഞ്ഞ കാര്യമേ, ആ കാര്യം നമ്മുടെ അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് ഷോക്കായി പോയി. ഇപ്പൊ അലീന പറയുന്ന കാര്യം ഒന്നും നമ്മുടെ വൈജ കേൾക്കണില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ വൈജി ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു, അതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മേഡം, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യാത്ര പറയാൻ വന്നതാ. ഇതൊന്നും ഞാൻ പറയണമെന്ന് പ്രതീക്ഷിച്ചതോ അങ്ങനെ ഞാൻ വന്നതല്ല. പക്ഷേ എനിക്ക് ഇതൊക്കെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങോട്ട് ഇറങ്ങി ആ വാതിലിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോവുക. പക്ഷെ അപ്പോഴും നമ്മുടെ വൈജ അലീന പറഞ്ഞ എല്ലാ വാക്കുകളും, അത് പ്രത്യേകിച്ച് ആ 22 വർഷം മുമ്പുള്ള ആ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു ഷോക്കിലാട്ടോ ഉള്ളത്. കാരണം എങ്ങനെ നമ്മുടെ അലീന ഇത് അറിഞ്ഞു എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ആ ഒരു ഷോക്കിൽ തന്നെയാ. ഏതായാലും അലീന അങ്ങനെ പോയി. നമ്മുടെ വൈജ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ അലീന യാത്ര പറയാനായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ ഡോറൊക്കെ തുറന്ന് നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി അലീനയെ കണ്ട ഉടനെ തന്നെ നല്ല ചിരിച്ചിങ്ങനെ ഇരിക്കാണ് കേട്ടോ. നല്ല സന്തോഷം നമ്മുടെ മുത്തശ്ശിക്ക്. അലീനയാണെങ്കിൽ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടാ ചെല്ലുന്നത്. അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നീ വരുന്നേ, എന്നോട് മനൂപ്പ വന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങ് വന്നേ മോളെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന അടുത്തേക്ക് ചെന്നു കേട്ടോ. അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിച്ചു, എന്താ നിനക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം. മുത്തശ്ശിക്ക് സുഖമാണോ? ആ, എനിക്ക് സുഖമാ. അതെ, മരുന്ന്, എണ്ണ, കുഴമ്പ്, അരിഷ്ടം, കഷായം എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നീ തന്ന പോലെ എല്ലാം ഓർത്തു വെച്ച് കൃത്യമായിട്ട് തരാൻ ആരെക്കൊണ്ട് പറ്റും? അങ്ങനെ തരണമെങ്കിലേ അതിനൊരു സ്നേഹം വേണ്ടേ മോളെ? അതിനെന്താ, ഇവിടെ ആർക്കും മുത്തശ്ശിയോട് സ്നേഹമില്ലെന്നാണോ മുത്തശ്ശി പറയുന്നത്? അല്ല, സ്നേഹമൊക്കെ ഉണ്ട് മോളെ, എന്നാൽ സ്നേഹിച്ച് മടുത്തവരാ മോളെ എല്ലാവരും. സ്നേഹത്തിന് അങ്ങനെ ഒരു മടുപ്പുണ്ടോ? സ്നേഹിച്ച് മടുക്കാൻ പറ്റുമോ? പിന്നെ അങ്ങനെയുണ്ടെന്നേ. ഒരു ഉപകാരവും ഇല്ലാത്തവരെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മടുത്തു പോകും. മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടുന്നത് മുത്തശ്ശി? ആ, ഒന്നുമില്ല മോളെ, അതൊക്കെ പോട്ടെ. നീ വൈജനെ കണ്ടോ? കണ്ടു, ഞാനിപ്പൊ കണ്ടതേ ഉള്ളൂ. ആ, നീ യാത്ര പറയാൻ വന്നതാണെന്ന് എന്നോട് മനു പറഞ്ഞായിരുന്നു. ആ അതെ, ഞാൻ യാത്ര പറയാൻ വന്നതാ അമ്മേ. ആ, അല്ല, വൈജയോട് യാത്ര പറഞ്ഞോ നീ? വൈജ നിന്നോട് എന്ത് പറഞ്ഞു? അല്ല, അറിയാലോ മുത്തശ്ശിക്ക് എന്നോട് എന്ത് പറയാനാ പ്രത്യേകിച്ച്. മേഡം എന്നോട് എന്തു പറയും? അതിപ്പോ ഞാൻ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പോയി നന്നായി വാന്ന് എന്നോട് മേഡം പറഞ്ഞു. ഏ, വൈജ പോയി നന്നായി വരാൻ നിന്നോട് പറഞ്ഞെന്നോ? എന്തുവാ എന്റെ പൊന്നു മോളെ, നീ എന്തിനാ നുണ പറയുന്നത്? അവള് നിന്നെ പ്രാഗി കാണും, മുടിഞ്ഞു പോകത്തേ ഉള്ളെന്ന്. അതല്ലേ അവള് സാധാരണ ചെയ്യാറുള്ളത്. എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല മുത്തശ്ശി. ഇപ്പോഴും മുത്തശ്ശി പറഞ്ഞത് ശരിയാ, അതൊക്കെ തന്നെ. എങ്ങനെയാ മോളെ നീ ഇതൊക്കെ സഹിക്കുന്നത്? എന്തിനാ മോളെ നീ അവളുടെ മുമ്പിലേക്ക് ചെന്നത്? ഞാൻ ഇതിലും കൂടുതൽ സഹിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്താ? അവളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ടാ നീ ആ വീട്ടിൽ കഴിയേണ്ടത്. ഏ, അവളാണെങ്കിൽ ഇങ്ങനെയായി പോയല്ലോ. അത് പിന്നെ അതിനൊക്കെ ഒരു യോഗം വേണ്ടേ മുത്തശ്ശി? നിന്നെ പറഞ്ഞയച്ചിട്ട് അവക്ക് സമാധാനം കിട്ടുവോ? എവിടെന്ന്? ഈശ്വരനില്ലേ കുഞ്ഞെ? ഏയ്, അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
ഞാനൊരിക്കലും ഒരു വീട്ടിലും പോയി ജോലിക്കൊന്നും നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടില് ജോലിക്ക് വന്നത്. ഒരു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്വഭാവ വ്യത്യാസങ്ങള്, ഉം അങ്ങനെയെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോഴാ മനസ്സിലാക്കിയത്. കുടുംബം എന്താണെന്ന് അറിഞ്ഞത് ഞാൻ ഇവിടെ വന്നപ്പോഴാ. കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഉം ഞാന് നല്ല ഭക്ഷണം കഴിച്ചത്, നല്ല ഡ്രസ്സ് ഇട്ടത്, അതുപോലെ എനിക്ക് എനിക്കൊരു വീട്ടില് ഡൈനിങ് ടേബിൾ ഒരു സ്ഥാനം കിട്ടിയത് ആ വീട്ടിൽ വെച്ചല്ലേ. അങ്ങനെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻസ് എല്ലാം എനിക്ക് കിട്ടിയത്. ഉം അതുകൊണ്ട് എനിക്ക് അതൊന്നും മറക്കാൻ പറ്റില്ല. ഞാന് എല്ലാവരെയും സ്നേഹിക്കുകയുള്ളൂ. എന്നെ എന്നെ ആരൊക്കെ ദ്രോഹിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം മേഡം എന്നെ കൊന്നെന്ന് പറഞ്ഞാൽ കൂടി മേഡത്തിനെ ഞാന് വെറുക്കില്ല. ഉം പിന്നെ ഉണ്ടല്ലോ, അവിടെ ഉള്ളവരെല്ലാവരും എന്നെ സ്നേഹിച്ചില്ലേ, ആ സ്നേഹത്തിൽ അലിഞ്ഞു തീരാവുന്നതല്ലേ ഉള്ളൂ മേഡം തന്നെ ആ വെറുപ്പ്. ഉം അതൊക്കെ കൂടി നോക്കുമ്പോഴേ ഞാൻ ഭാഗ്യവതിയല്ലേ, നല്ല ഭാഗ്യവതി. അതുപോലെയല്ലേ അവരെന്നെ സ്നേഹിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി കരയാൻ തുടങ്ങിയിട്ടോ. മുത്തശ്ശി കരഞ്ഞോണ്ടാട്ടോ പിന്നെ സംസാരിക്കുന്നത്. അപ്പൊ അലീന പറഞ്ഞ, അയ്യേ പിന്നെ എന്തിനാ കരയുന്നത്? ഉം കരയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ സൗദാമിനി മുത്തശ്ശീനെ കാണാൻ പറ്റിയില്ലേ? ആദ്യമൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമല്ലായിരുന്നോ ഈ മുത്തശ്ശിക്ക്? പിന്നെ ഒരു നിവർത്തിയില്ലാതെ വന്നപ്പോഴല്ലേ എന്നോട് ഇത്തിരി ദേഷ്യം തോന്നിയത് മുത്തശ്ശിക്ക്. പിന്നെ അതൊക്കെ മാറി ഇപ്പൊ എന്നോട് നിറയെ സ്നേഹമല്ലേ, ഈ മനസ്സ് നിറയെ സ്നേഹം. ഉം അതുകൊണ്ടേ കരയാതെ മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീനയുടെ കൈ പിടിച്ചു വെച്ചിട്ട് വീണ്ടും മുത്തശ്ശി ഭയങ്കര കരച്ചിൽ കേട്ടോ. പൊട്ടിക്കരയാണ് നമ്മുടെ സൗദാമിനി. സൗദാമിനിക്ക് അറിയില്ല വൈജിയുടെ മകളാണ് അലീന എന്ന്. പക്ഷേ എന്തൊക്കെയോ നമ്മുടെ സൗദാമിനിക്ക് അറിയുകയും ചെയ്യാം. അതും മനസാക്ഷിയുള്ളൊരു സ്ത്രീയും ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇതുപോലെ കരയുന്നത്. ഏതായാലും കരഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി പറയാ, നല്ലത് മാത്രമേ വരത്തുള്ളൂ മോളെ നിനക്ക്. നീ എവിടെ പോയാലും നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, സന്തോഷമായി മുത്തശ്ശി, ഒരുപാട് സന്തോഷമായി. ഞാൻ പൊക്കോട്ടെ, ഞാൻ എവിടെ പോയാലും വരൂ കേട്ടോ. നമ്മൾ തമ്മിൽ ഇനിയും കാണും. ഈ കട്ടിലില് ഇങ്ങനെ ഇരുന്നോണ്ട് സംസാരിക്കും. അതിനൊക്കെ പറ്റുമോ? ഇനി മോള് വരുമ്പം ജീവനോടെ ഈ കിളവിത്തള്ള ഇവിടെ കാണുമോ? ആര് പറഞ്ഞു? എന്റെ മുത്തശ്ശി ജീവനോടെ തന്നെ ഇവിടെ കാണും. ഞാൻ ഇനി വരുമ്പം ഇതുപോലെ തന്നെ മുത്തശ്ശിയോട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കും. അങ്ങനെയൊന്നും ഇവിടുന്ന് പോവുകയല്ലാട്ടോ എന്റെ മുത്തശ്ശി. ഞാൻ വരും മുത്തശ്ശി, എല്ലാവരെയും കാണാൻ വരും. ഞാൻ എന്നേക്കുമായിട്ട് പോകുന്നൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയല്ല അലീന ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മനുവും നമ്മുടെ ഗംഗാധര മേനോനും അതിന്റെ വെളിയിൽ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗംഗാധര മേനോൻ ചോദിച്ചു, അല്ല അമ്മയോട് യാത്ര പറഞ്ഞോ നീ? ഞാൻ പറഞ്ഞുന്നേ, മുത്തശ്ശിക്ക് വലിയ സങ്കടമായി. എന്താന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വലിയ സങ്കടമായിരുന്നു. അമ്മയ്ക്ക് സങ്കടം വരും, അമ്മയ്ക്ക് അറിയാലോ നിന്റെ ഭാഗത്ത് തെറ്റു ഒന്നും തന്നെ ഇല്ലെന്ന്. വൈജിയോട് നീ സംസാരിച്ചോ? ഞാന് സംസാരിച്ചു. ഞങ്ങൾ തമ്മില് കുറച്ച് അധികം സംസാരിച്ചു. അമ്മ സംസാരിച്ചില്ല, ഞാൻ സംസാരിച്ചു. പക്ഷെ അത്രയും വേണ്ടായിരുന്നു. അല്ല, നീ അവളോട് എന്തെങ്കിലും പറഞ്ഞോ മോളെ? ഒരു ചെറിയ മുന്നറിയിപ്പ് കൊടുത്തു. തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് ചെല്ലുമ്പം സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ഭർത്താവും മക്കളും പറയുന്നതൊക്കെ കേൾക്കണമെന്ന്. ഓ, അതുകൊണ്ട് എന്തൊക്കെ കാര്യം. അതിന് 4 ഇരട്ടി ഉപദേശം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞതാ. അവൾ എന്തെങ്കിലും കേൾക്കുവോ? ഒന്നും കേൾക്കത്തില്ല. അല്ല, എനിക്കിനി ഒഴിഞ്ഞു പോവല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അങ്കിളെ. അതുകൊണ്ടാ ഞാൻ ഒഴിഞ്ഞു പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരമേനോൻ ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ പോകുന്നതെന്ന് തീരുമാനിച്ചോ? അത് എനിക്കറിയില്ല. കുളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലാന്ററുടെ വീട്ടിലാന്നാ പറഞ്ഞത്. അല്ല, അതേത് പ്ലാന്റർ? അയാളുടെ പേര് പറഞ്ഞോ? ഏയ് ഇല്ല, അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഇന്നലെ വരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. എവിടെയാണെങ്കിലും അച്ഛൻ ഏറ്റവും നല്ലൊരു സ്ഥലത്തായിരിക്കും എന്നെ കൊണ്ടുവിടാൻ പോകുന്നത്. എന്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടല്ലേ അച്ഛൻ കൊണ്ടുവിടത്തുള്ളൂ. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇപ്പം കൊളുത്തുപുഴയിലേക്കാണെങ്കിലും പോകാം. അപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോൻ കൊളുത്തുപുഴ, അവിടെ എന്തായിരിക്കും ബാലചന്ദ്ര മേനോന്റെ കണക്ഷന്? ഒന്നും പറഞ്ഞില്ലല്ലേ മോളെ നിന്നോട്? ഏയ് ഒന്നും പറഞ്ഞില്ലെന്നേ, ഞാൻ പറഞ്ഞല്ലോ. അല്ല, അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ നിനക്ക് മടിയുണ്ടോ? അങ്ങനെ പോണോ? അത് പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ ഞാൻ പോകുന്നത്. എല്ലാം നന്നായി വരാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എനിക്ക് ഇവിടുന്ന് പോകാനേ സത്യം പറഞ്ഞ ഇഷ്ടമല്ല. പിന്നെ തിരിച്ചു പോകാനായിട്ട് വന്നവളല്ലേ ഞാന്. എന്നും ഈ വീട്ടിൽ താമസിക്കാൻ വന്നതല്ലല്ലോ. അപ്പൊ നമ്മുടെ ശിവശങ്കരമേനോൻ പറയും, ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുതേ. തിരിച്ചറിയാത്ത സമയത്ത് ഞങ്ങൾ എന്തൊക്കെയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഓ വേണ്ട അങ്കിളെ, അതൊന്നും ഇനി പറയണ്ട. ഞാന് ഇവിടെ തിരക്കി പിടിച്ചു വന്നതിന് ശേഷമല്ലേ അതെല്ലാം സംഭവിച്ചതും ഇങ്ങനെയൊക്കെ ഉണ്ടായതും ഒക്കെ. അതൊന്നും
കാര്യത്തിലാക്കണ്ട. 23 വർഷം മുമ്പ് അതിനേക്കാൾ ഭയങ്കരമായ, അതിനേക്കാൾ ക്രൂരമായ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. ഉം വേണ്ട, ഞാൻ ഒന്നും ഓർക്കാനും ഒന്നും പറയാനും ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വേണ്ട. ആ ചോരക്കുഞ്ഞിനെ ഓഫനേജിലേക്ക് കൈമാറിയ സംഭവം, അതൊക്കെ അതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അതൊന്നും ഓനെ ഓർമ്മിപ്പിക്കണ്ട. അത് ഓർക്കാനും എനിക്ക് പറ്റില്ല. ഉം ഞാന് ഞാൻ ഇന്ന് വരെ അതൊന്നും അന്വേഷിച്ച് തേടി പോയിട്ടുമില്ല. എനിക്കതിനൊരു ഉത്തരം ഇന്ന് വരെ കിട്ടിയിട്ടുമില്ല. ഇനിയൊട്ട് വേണ്ടതാനും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. ഞാൻ പോവുക. അപ്പൊ നമ്മൾ ശിവശങ്കര മേനോൻ പറഞ്ഞു, അത് പിന്നെ അലീനെ നീ തന്നെ പോകണ്ട, മനു അലീനെ കൊണ്ടുവിട, നീ ഒരു കാര്യം ചെയ്യ, കാർ എടുത്തോണ്ട് പൊക്കോന്ന് പറയാ. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, കമലയാന്റീനെ കണ്ടിട്ട് യാത്ര പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആ, ഞാൻ പറഞ്ഞോളാന്നേ, നീ യാത്ര പറയാൻ നിൽക്കണ്ട. അവര് എവിടെയോ പോയിരിക്കുക, കമലയും രഞ്ജിനിയും കൂടെ ചേർന്നിട്ട്. ചിലപ്പോ ഇന്ന് വൈകിട്ടൊക്കെ വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നു രാമപുരത്തം കണ്ടു പോയതാണെന്നാ തോന്നുന്നത്. ഏതായാലും നിങ്ങൾ പൊക്കോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും കൂടെ അലീനയെ യാത്രയാക്കാണ് കേട്ടോ. ഏതായാലും അലീനയ്ക്ക് പറയാൻ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മുടെ അലീന മനുവിന്റെ കൂടെ തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, നീ ഒറ്റയ്ക്ക് അല്ല എന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താവശ്യം വന്നാലും നീ ഞങ്ങളെ വിളിക്കണം, എന്നെ വിളിക്കണം. എന്താവശ്യം വന്നാലും നീ ഒറ്റയ്ക്കല്ല എന്ന് നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. പിന്നെ നീ സന്തോഷമായിട്ട് ഇവിടുന്ന് പോക്കോ. ഞങ്ങൾക്ക് നിന്നോട് ഒരു പ്രശ്നവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ മനുവിന് കേട്ടിട്ട് അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. ഏതാണ്ട് ഭയങ്കരമായിട്ട് പറഞ്ഞയക്കുന്ന പോലെയാണല്ലോ ആങ്ങളമാരെല്ലാരും കൂടെ പെങ്ങൾക്ക് വേണ്ടി നമ്മുടെ അലീനയെ പറഞ്ഞയക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ മനുവിന് തോന്നുന്നത്. അപ്പൊ മനു കുറെ നേരമായല്ലോ, ഇനി മതി, സമയമില്ല, അലീനെ ബാ എന്ന് പറഞ്ഞ് നമ്മുടെ മനു വിളിച്ചോണ്ട് പോവുകയാണ് അലീനയെ. കാരണം കൂടുതൽ അവിടെ നിന്ന് സംസാരിക്കുകയൊന്നും വേണ്ട. ഇവന്മാരോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം പെങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചിനെ പറഞ്ഞു വിടുകയാണ്. സ്വന്തം പെങ്ങളുടെ മോളെ, ആ പെങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അപ്പം പിന്നെ എന്താണ് നമ്മുടെ മനുവിന് ഇത് തോന്നൂല. മനു ഇതല്ല ഇതിനപ്പുറം പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഏതായാലും ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും ചെറിയൊരു ആശ്വാസവും സന്തോഷവും ആയി തോന്നുന്നു അലീന പോയപ്പോ. അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? അവർക്ക് വിഷമം കാണുമായിരിക്കും, എന്നാൽ പോലും ഒരു മനസ്സാക്ഷിയില്ലായ്മയില്ലേ, അതായി പോയിട്ടോ. കാരണം പെങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇത്രവും ചെയ്തു കൂട്ടിയതെല്ലാം ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവും അലീനയും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മനു ചോദിക്കാട്ടോ അലീനയോട്, അല്ല നീ നിന്റെ അമ്മേനെ കണ്ടിട്ട്, അതായത് മേഡത്തിനെ കണ്ടിട്ട് എന്താ പറഞ്ഞു? നല്ലതൊന്നും പറഞ്ഞു കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്ത് പറയാനായിട്ട്, എന്നും പറയുന്നത് പോലെ കുറെ വാക്കുകൾ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ നല്ല ഡോസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്ത് ഡോസ് കൊടുത്തെന്നാ നീ പറയുന്നത്? അല്ല നീ എന്താ നീ മേഡത്തിനോട് പറഞ്ഞത്, നീ ആന്റിയോട് പറഞ്ഞത്? അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു, ഞാന് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തായിരുന്നു. വേറൊന്നുമല്ല, കടപ്പാട്ടൂര് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ മേഡം എന്നോട് ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, 22 വർഷക്കാലം ഞാൻ അവിടെയാണ് ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവിടെ എങ്ങനെ ജീവിക്കണമെന്ന്. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പം, ഓഹോ അങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെ പറഞ്ഞപ്പം ഞാനൊരു ഡോസ് കൊടുത്തു മനുവേട്ട. 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് നടന്ന സംഭവങ്ങളും ഒരാളുടെ കൂടെ ജീവിച്ച കഥയുമൊക്കെ അറിയാവുന്ന കാര്യമാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് 22 കൊല്ലം എൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ച കഥ ഇപ്പം എന്നോട് മേഡം പറഞ്ഞ് പഠിപ്പിക്കണ്ട. ആ കഥ മേഡം, മറ്റേ കഥ മേഡം ഓർത്തു വെച്ചാൽ മതി. ആഗ്രയിൽ നടന്ന ആ ഒരു ജീവിതം ഓർത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പിന്നെ മേഡം എന്നോട് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. മേഡം അവിടെ നിന്ന് വെട്ടി വേർക്കുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോ, നീ പറഞ്ഞോ? ഓ മൈ ഗോഡ്, നീ അങ്ങനെ പറയുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അലീന. അല്ല, നീ എന്ത് ധൈര്യത്തോടു കൂടിയാ പറഞ്ഞത്? വേറൊന്നുമല്ല, ചെറിയൊരു ഡോസ് കൊടുക്കണം മനുവേട്ട. കടപ്പാട്ടൂര് ചെന്നിട്ട് ഇനി അഹങ്കാര വർത്താനവും പറഞ്ഞ്, അതും അച്ഛനെ അനുസരിക്കാതെ ധിക്കരിച്ച് വലിയ ആളാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പാടില്ല. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം. ഇനി ഒരു ചെറിയ പേടി കാണും. ഇത് ചിലപ്പം അച്ഛൻ അറിഞ്ഞു കാണുമോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കാണുമോ എന്നൊക്കെയുള്ളൊരു പേടി. ആ പേടി ഉള്ളിന്റെ ഉള്ളിൽ കിടക്കണം. ഇനിയിപ്പം ഞാൻ ഇത് എപ്പോഴെങ്കിലും പറയുവോ, പറഞ്ഞില്ലെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞാലോ അച്ഛനോട് എന്നൊരു പേടിയുണ്ടെങ്കിലേ ആ ഒരു ചെറിയൊരു ഭീഷണിപ്പെടുത്തൽ നല്ലതാന്ന് പറഞ്ഞപ്പോ
ചോദിക്കും, ഇത് നിനക്ക് നേരത്തെ ചെയ്യത്തില്ലായിരുന്നോ? ഇപ്പൊ കടപ്പാട്ടൂര് പോകുമ്പോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ചെയ്യുവാണെങ്കിൽ ഇതൊന്ന് ഒതുങ്ങിയനല്ലോ പൊടിക്കുന്നു പറയുമ്പോൾ, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പം കടപ്പാട്ടൂരിലേക്ക് വരാതിരുന്നാലോ, അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? അങ്ങനെ തീരുമാനം എടുത്താലും ശരിയാവില്ലല്ലോ. അത് സാരമില്ല മനുവേട്ട. അല്ല, നീ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, നിനക്ക് നിന്നെക്കുറിച്ചൊരു തീരുമാനവും ഇല്ലേ അലീനെ? അതെ, എനിക്ക് അച്ഛനുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, മനുവേട്ടനും ഉണ്ട്, പിന്നെ എന്ത് തീരുമാനം? ഓ, ഞാൻ ആരാ അലീനെ? മനുവേട്ടൻ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം എന്റെ മനസ്സിൽ ഇപ്പൊ മനുവേട്ടനുണ്ട്. ആ സ്ഥാനം ഒരിക്കലും നഷ്ടമാകാൻ പോകുന്നില്ല. ആ സ്ഥാനം എന്നും ഈ മനസ്സിൽ കാണും. എന്നെ ഇവിടം വരെ എത്തിച്ചയാള്, എന്നെ സംരക്ഷിച്ച് നിലനിർത്തിയ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ഓ, കടപ്പാടാണോ നിനക്ക് എന്നോടുള്ളത്? ഏയ്, കടപ്പാടൊന്നുമല്ല. ഇനിയും മനുവേട്ടന്റെ കെയറിങ് എനിക്ക് ഉണ്ടാകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതാ എന്റെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ എന്റെ മനസ്സിലെന്നും ഉണ്ട്. ഞാൻ എവിടെ പോയാലും എത്ര കാലം? അത് എന്റെ മരണം വരെ എന്ന് മനുവേട്ടൻ കൂട്ടിക്കോ. അതിനപ്പുറത്തേക്ക് ഒരു ലോകവും ജീവിതവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും അവിടെയും ഞാന് മനുവേട്ടനെ എന്റെ ഈ മനസ്സിൽ തന്നെ കൊണ്ട് നടക്കും മനുവേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ഇങ്ങനെ പോവാണ് കേട്ടോ. അതായത് കടപ്പാട്ടൂരിലേക്ക് പോവാണ്. അപ്പൊ ഒരു റോഡിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒതുക്കി നമ്മുടെ മനു വണ്ടി നിർത്തിയിട്ടു. ഇത്രയും കേട്ടപ്പോ തന്നെ നമ്മുടെ മനുവിന്റെ മനസ്സിൽ മഞ്ഞ് പെയ്തെന്ന് തോന്നും. അങ്ങനെ കൈ നീട്ടി നമ്മുടെ മനു പ്രോമിസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് തരുന്നു, അതുപോലെ നീയും എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ അലീനയെ കൊണ്ട്. ഈ സമയത്ത് നമ്മുടെ മനു പറയാണ്, നീ പോകുന്നത് എവിടേക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് അവിടെ സുരക്ഷിതത്വം ഉണ്ടാകും, നിനക്കവിടെ സുരക്ഷിതത്വം കൂടുതൽ ഉണ്ടാകും. അതുപോലെ തന്നെ നീ അവിടെ സേഫ് ആയിരിക്കും. നീ നല്ലതുപോലെ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കുന്നൊക്കെ. അപ്പം അലീന ചോദിച്ചു, അതെങ്ങനെ മനുവേട്ടൻ അറിയാം ഞാൻ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്? മനുവേട്ടന് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ അറിഞ്ഞു. അത് എന്നോട് അങ്കിള് പറഞ്ഞു. ഞാൻ അങ്കിളിനോട് ചോദിച്ച് മനസ്സിലാക്കി. അത് ഞാൻ പറയുന്നില്ല. അതേതായാലും അങ്കിള് നിന്നോട് പറയും. അതാണ് ശരി എന്ന് പറയുമ്പോഴത്തേക്കും, എന്നാ പിന്നെ അത് മതി മനുവേട്ട, എന്നോട് അച്ഛൻ പറയുമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ കടപ്പാടൂരേക്ക് പോവുകയാണ് അലീനയും മനുവും കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാൻ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.